ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് വന്ന ഒരു പ്രതികരണമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമർ വീട്ടിലേക്ക് സോളാർ വെക്കാൻ അന്വേഷിക്കുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു പരസ്യം കണ്ടു, 1,00,000 രൂപയ്ക്ക് വീട്ടിലൊരു സോളാർ വെച്ച് കൊടുക്കാമെന്ന്. അത് കണ്ട് അദ്ദേഹം ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഫൈനൽ കൊട്ടേഷൻ കിട്ടി. ആ കൊട്ടേഷൻ കിട്ടിയപ്പം ഫൈനൽ റേറ്റ് വേറെയാണ്, 1,50,000 രൂപ, 80,000 രൂപയുടെ വ്യത്യാസം. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? മിക്ക കമ്പനികളും ഓൺലൈൻ അല്ലെങ്കിൽ പരസ്യങ്ങളിൽ കൊടുക്കുന്നത് ഒരു അടിസ്ഥാന വില മാത്രമായിരിക്കും. ആക്ച്വലി ഒരു പ്രൈസ് അറൈവ് ചെയ്യുന്നത് ഒരു സൈറ്റ് വെരിഫിക്കേഷൻ, അതായത് ഓരോ സൈറ്റിനനുസരിച്ച് മാറും. ഉദാഹരണം പറയുവാണെങ്കിൽ എത്രത്തോളം മീറ്റർ വയർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആവശ്യമുണ്ട്, ഇതെല്ലാം ആഡ് ചെയ്താലേ ശരിക്കുമുള്ളൊരു സോളാറിന്റെ സിസ്റ്റത്തിന്റെ പ്രൈസ് മനസ്സിലാവും. ഒരു വില മാത്രം നോക്കി സോളാർ വെച്ചാൽ നമുക്കൊരു കംപ്ലൈന്റ് അല്ലെങ്കിൽ സർവീസ് വരുമ്പോഴത്തേക്കും 3 അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്താവും എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്, അല്ലേ? നമ്മുടെ വീഡിയോയ്ക്ക് വന്നൊരു കമന്റുകൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിനെ 3 ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ചിലർ പറഞ്ഞു പ്രൈസ് ആണ് മെയിൻ, പ്രൈസ് കഴിഞ്ഞിട്ടേ ഉള്ളല്ല. ചിലർ പറഞ്ഞു പ്രൈസ് അല്ല, ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഇത് രണ്ടുമല്ല. മൂന്നാമത് ചിലർ പറഞ്ഞു 10 രൂപ കൂടുതലായാലും നമ്മുടെ അടുത്തുള്ളൊരു ഇൻസ്റ്റാളറെ കൊണ്ട് തന്നെ ചെയ്യിക്കാം, അതാണ് നല്ലത്. ഈ 3 അഭിപ്രായത്തിനും എല്ലാത്തിനും ഒരു സത്യം ഉണ്ടല്ലേ? നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. സോളാർ എന്ന് പറയുന്നത് ഒരു വൺ ടൈം പർച്ചേസ് അല്ല, ഒരു 25 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്കുള്ള ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാവും പലരും പറയുന്നത് 10 രൂപ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, അടുത്തുള്ളവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. പ്രൈസ് മാറാം, പക്ഷെ ട്രസ്റ്റ് മാറരുത്. സോളാറിന്റെ ഡിസിഷൻ എടുക്കുമ്പോൾ ചീപ്പസ്റ്റ് ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ഓപ്ഷൻ അല്ല. ട്രാൻസ്പെറന്റ് ആയുള്ള പ്രൈസിങ്, ക്വാളിറ്റിയുള്ള കമ്പോണൻസ്, ലോക്കൽ സപ്പോർട്ടും കിട്ടുന്ന ഒരു സോളാർ സിസ്റ്റം ആവണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവയെല്ലാം ബാലൻസ് ചെയ്യുന്നത് തന്നെയായിരിക്കും സേഫസ്റ്റ് ആയിട്ടുള്ള സോളാർ പ്ലാന്റ്. നിങ്ങൾ ശരിക്കും എന്താണ് പ്രിഫർ ചെയ്യുന്നത്? വിലയാണോ, ക്വാളിറ്റിയാണോ, അതോ സർവീസോ? നിങ്ങളുടെ ഓണസ്റ്റ് ആയ ഒരു ഒപ്പീനിയൻ കമന്റ് ചെയ്യൂ. താങ്ക് യു.